ശോഭ ചേച്ചി ഈ കുട്ടിയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പരാതി ഒഫീഷ്യലി കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ ശോഭ ചേച്ചി നേരിട്ട് ഈ കുട്ടിയുമായി 1-2 തവണ സംസാരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ ജെന്യൂനിറ്റി ശോഭ ചേച്ചി കൃത്യമായിട്ട് അറിയുന്നതാണ്, ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം ഇരിക്കെ എന്നെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന പച്ച കള്ളം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി എന്താ പറയുക, അസാമാന്യ തൊലിക്കട്ടിയോടുകൂടി ആവർത്തിക്കുകയാണ് കൃഷ്ണകുമാർ ചെയ്തിട്ടുള്ളത്. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർ ഇന്നലെ അവിടെ ചോദിച്ചു, ഈ കോടതി ഉത്തരവിൽ കോടതിയിൽ എവിടെയാണ് ഈ കേസ് പരിഗണനയ്ക്ക് വന്നിട്ടുള്ളത്? കോടതിയിൽ അത്തരമൊരു കാര്യം പരിഗണനയ്ക്ക് വന്നില്ല. കോടതിയുടെ മുൻപാകെ ഉണ്ടായിരുന്ന വിഷയം ഈ കുട്ടിയുടെ പിതാവിനെ ആശുപത്രിയിൽ വളരെ പ്രയാസമായ നിലയിൽ കിടക്കുകയായിരുന്ന പിതാവിനെ കാണാനുള്ള ഒരു അനുവാദം കിട്ടാനായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? ഈ അന്നത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും പാലക്കാട്ടെ മുനിസിപ്പൽ കൗൺസിലർ എന്നുള്ള നിലയ്ക്കും ഒക്കെ നല്ല സ്വാധീനം ഉണ്ടായിരുന്ന കൃഷ്ണകുമാർ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഈ അച്ഛൻ്റെ ഒരു വ്യാജമൊഴി, അതായത് മകളെ കാണാൻ താല്പര്യമില്ല എന്നൊരു മൊഴി അച്ഛൻ പറഞ്ഞതായി പറഞ്ഞ് ഈ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതല്ലാതെ കൃഷ്ണകുമാറിനെ അക്യൂറ്റ് ചെയ്യുന്ന യാതൊരു ഇത്തരത്തിലൊരു ലൈംഗിക അപവാദ കേസിൽ, ലൈംഗിക അസോൾട്ട് കേസിൽ, സെക്ഷൽ അസോൾട്ട് കേസിൽ കൃഷ്ണകുമാറിനെ അക്യൂറ്റ് ചെയ്യുന്ന ഒരു വരിയും ഒരു വിധിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇന്നലെ മാധ്യമങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഈ കുട്ടി ഈ പരാതി പറഞ്ഞത് BJPയുടെ ഒഫീഷ്യൽ ആളുകളുടെ മുന്നിൽ, RSSന്റെ ഒഫീഷ്യൽ നേതൃത്വത്തിന് മുന്നിൽ മാത്രമാണ്. ആ കുട്ടി RSS കാര്യത്തിൽ പോകാൻ കാരണം ആ കുട്ടി BJP നേതൃത്വത്തെക്കാളും വിശ്വസിച്ചു പോയത് RSS നേതൃത്വത്തെയാണ്. അവർ നടപടിയെടുക്കും, അവർ സത്യസന്ധരാണെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ അങ്ങോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്കടക്കം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന കൃഷ്ണകുമാർ ഇത് ഈ നടപടികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരുകയാണ്. രാഷ്ട്രീയ സ്വാധീനം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോരുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ഇത് കൃത്യമായിട്ട് പരാതി കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൃഷ്ണകുമാർ എന്നേ ജയിലിൽ പോകുമായിരുന്ന കേസാണ്. അന്ന് ഈ കുട്ടി കൃത്യമായിട്ട്, അതല്ലെങ്കിൽ അന്ന് ഈ കുട്ടിക്ക് നിയമം കൃത്യമായി ധാരണയുണ്ടെങ്കിൽ, പരാതി കൊടുക്കേണ്ട വിധം ധാരണയുണ്ടെങ്കിൽ കൃത്യമായി കൊടുത്തിരുന്നെങ്കിൽ അന്നേ കൃഷ്ണകുമാർ ജയിലിൽ പോകേണ്ട കേസാണിത്, അന്നേ അറസ്റ്റിലാവേണ്ട കേസാണിത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ മുഴുവൻ അതിജീവിതകൾക്കും ഇത്തരം കേസുകളിൽ ഇരകളാക്കപ്പെടുന്നവർക്കുമുള്ള ഒരു മാതൃകയാണ് കുട്ടി. തൻ്റെ ഭാഗത്ത് തനിക്ക് സംഭവിച്ചുള്ള പ്രയാസം തനിക്ക് നിയമത്തിലുള്ള ഗ്രാഹ്യക്കുറവ് കൊണ്ട് സംഭവിച്ചു പോയതാണെന്നും തനിക്ക് അനീതി നേരിട്ടത് തനിക്ക് വേണ്ടി പോരാടാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കുട്ടി അതിനുശേഷം പഠിച്ച് അവസാനം നിയമത്തിൽ ലോ എടുത്ത് ഇപ്പോൾ അഭിഭാഷകയായി മാറി.